ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കേട്ടപ്പോ ആദ്യം എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. എന്നെ ചതിച്ചു എന്നൊക്കെ ഒരു തോന്നല്. പക്ഷേ അവിടെ ചെന്ന് അവളെ കണ്ടപ്പോ, കഴുത്തില് താലിയോടെ എന്റെ മോള് നിൽക്കുന്നത് കണ്ടപ്പോ, ഇതിന്റെ പിറകില് ഇനി എന്തൊക്കെ ആര് മറച്ചു വെച്ചു എന്ന് പറഞ്ഞാലും എനിക്ക് ആരോടും പരാതിയില്ല. ഞാൻ എന്റെ മോളുടെ കല്യാണം കണ്ടു. അവളും അവളുടെ ചെറുക്കനും ഒന്നിച്ചു നിൽക്കുന്നത് കണ്ടു. അവരമ്മയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചു. ഇനി എന്താ എനിക്ക് വേണ്ടത്? ഈ ഇരിക്കുന്ന ഇരിപ്പില് ഞാൻ വീണ് ചത്തുപോയാലും എനിക്കൊരു സങ്കടവും ഇല്ല. കൃഷ്ണ വരട്ടെ, തങ്കേച്ചിയോട് എല്ലാ കാര്യങ്ങളും അവള് പറയും. അവള് കണ്ടെത്തിയത് നല്ലൊരുത്തനെയാ. അവൻ ഒരു വലിപ്പച്ചെറുപ്പം കാണിച്ചില്ലല്ലോ. എന്നോട് കാണിച്ച പരിഗണന കണ്ടില്ലേ? ഞാൻ കൃഷ്ണമോളുടെ അമ്മയാണെന്ന് അവൻ അറിയുമായിരിക്കും, അല്ലേ? പക്ഷേ അത് മറ്റുള്ളവരെ കാണിക്കാൻ പറ്റില്ലല്ലോ. ബ്രോക്കർമാരോട് പറഞ്ഞും ചുറ്റുമുള്ളവരോട് പറഞ്ഞും ഞാൻ എത്രയോ ആലോചനകൾ അവൾക്ക് വേണ്ടി നോക്കി. പക്ഷേ ദൈവത്തിന്റെ തീരുമാനം ഇതാ. ദൈവം തീരുമാനിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. എനിക്കിഷ്ടമായി. ഇനി മുതല് നവീൻ എന്റെയും കൂടി മോനല്ലേ. എന്നോടുള്ള കടമ, ഒരമ്മയോടുള്ള കടമ അവൻ പൂർണ്ണമായി നിറവേറ്റി. അതെ തങ്കം, തങ്കം ഇവിടുന്ന് ഇറങ്ങിയപ്പോ ഞങ്ങൾക്ക് വല്ലാത്ത പരിഭ്രമമായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളും തങ്കം അവിടെ ചെന്നാലുള്ള കാര്യങ്ങളും ഒക്കെ ഓർത്തിട്ട് ഇപ്പൊ എന്തായാലും തങ്കം പോയത് തന്നെയാണ് ശരി. അവർക്ക് വേണ്ടി തങ്കേച്ചി പ്രാർത്ഥിക്കണം. അസുഖം ഭേദമായിട്ട് നമുക്ക് എല്ലായിടത്തും പോയി വഴിപാടുകളും നടത്താം. നടത്താം. എന്റെ മോൾക്ക് ഒരു കാലത്തും ഒരു കുറവുണ്ടാവാൻ പാടില്ല. ഏതമ്മയുടെ ആഗ്രഹമാണല്ലോ ഒരു രാജകുമാരിയെ പോലെ മോള് ജീവിക്കണമെന്ന്. എന്റെ മോള് ഇനി അങ്ങനെ തന്നെ ജീവിക്കും, അല്ലേ ഗോപാല? അങ്ങനെയല്ലേ? ഓ തങ്കം, കൃഷ്ണ രാജകുമാരിയെ പോലെ ജീവിക്കും.